ഈ ഇർച്ചകബത്ത് എന്ന് പറയുന്ന വരിയൊക്കെ അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കുന്ന ഒരാൾക്കല്ലാതെ ചൊല്ലാൻ പറ്റില്ല എന്നാണ്. അത് മുത്തുനബിയോട് അടങ്ങാത്ത മഹബത്തുള്ള ഒരാളുടെ വായിൽ നിന്ന് ഇർത്തകബത്ത് വരുള്ളൂ. എന്താ അതിന്റെ അർത്ഥം? എണ്ണവും വണ്ണവുമില്ലാത്ത പാപങ്ങൾ ഒരുപാട് ചെയ്തു പോയി ഞാൻ. ഒരുപാട് പാപങ്ങളുടെ വാഹനം കയറിയവനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കയ്യും കണക്കില്ലാത്ത പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നബിയെ, ഞാൻ അങ്ങയോട് സങ്കടം പറയാണ് യാ റസൂലല്ലാഹ്. ചില ആളുകൾ നബിയോട് പ്രാർത്ഥിക്കണമെന്നാണ്. ഇതിലെവിടെ പ്രാർത്ഥന? ഞാൻ എൻ്റെ സങ്കടങ്ങളെ ആരോടാ പറയേണ്ടത്? എനിക്ക് ഏറ്റവും അടുത്ത എൻ്റെ ഹബീബിനോടല്ലാതെ. വിശുദ്ധമായ സൂറത്തുൻ നിസായിലെ ഒരു ആയത്തിന്റെ അർത്ഥം കൂടെയാണ് യഥാർത്ഥത്തിൽ ഇത്. നബിയോട് പറയാം, നബിയെ ഞാൻ ഒരുപാട് പാപം ചെയ്തു പോയി, സങ്കടം ബോധിപ്പിക്കാൻ അങ്ങ് എനിക്ക് വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യണേ നബിയെ. സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്ത്, വലൗ അന്നഹും ഇദ്ദലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. എന്താ പറഞ്ഞത്? വലൗ അന്നഹും ഇദ്ദലമൂ അൻഫുസഹും, മനുഷ്യന്മാരെ അവർ തെറ്റ് ചെയ്തിട്ട് ജാഊക അങ്ങയുടെ അടുക്കൽ വന്നാൽ. അപ്പൊ തെറ്റ് ചെയ്തിട്ട് ആരുടെ അടുക്കൽ വരണം? ആരുടെ അടുക്കൽ വരണം? എന്തിനാ മുത്തനബിയുടെ അടുക്കൽ പോകണത്? നമ്മൾ നമ്മുടെ സങ്കടം പറയാം അല്ലേ? തെറ്റ് ചെയ്തിട്ട് ജാഊക അങ്ങയുടെ അടുക്കൽ വന്നാൽ, എന്നിട്ടോ ഫസ്തഗ്ഫറുല്ലാഹ് അവർ അല്ലാഹുവോട് പൊറുക്കലിനെ തേടിയാൽ. അപ്പൊ നമ്മുടെ സങ്കടം ബോധിപ്പിക്കാൻ ഉള്ള അത്താണിയാണ് ആര്? സയ്യിദുനാ റസൂലുള്ളാഹ്. നമ്മളവിടെ സങ്കടം ബോധിപ്പിച്ചിട്ട് നമ്മൾ അല്ലാഹുവോട് വരുന്നാൽ മാത്രമല്ല, വസ്തഗ്ഫറ ലഹുമുർ റസൂൽ അവർക്ക് വേണ്ടി മുത്തുനബിയും അല്ലാഹുവോട് പൊറുക്കലിനെ തേടിയാൽ. അപ്പൊ നമ്മൾ ആദ്യം പോയി സങ്കടം പറയേണ്ടത് ആരോടാ? ഹബീബ് റസൂലുള്ളാഹ്. ശിക്കായത്ത്, നമ്മളോട് സങ്കടം ബോധിപ്പിക്കുകയാണ്. ആ സങ്കടം ബോധിപ്പിക്കുമ്പോൾ നമ്മൾ അല്ലാഹുവോട് ദ്വാരക്കുന്നു. മുത്തുനബി നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹ് ഏറെ പൊറുക്കുന്നവനായി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അല്ലാഹ് നമ്മുടെ പാപം പുറത്തു തരാൻ മുത്തുനബി നമ്മുടെ കാര്യം ഒന്ന് ഏറ്റെടുത്താൽ മതി. അതിനാണ് ഈ പണിയൊക്കെ. ഒന്ന് ഉറക്കെ ചൊല്ലിക്കേ, ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്റിൻ വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു. ഇനി ആരെങ്കിലും അറിവില്ലാത്ത സാധുക്കൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ വരി ഓതിയിട്ട് കണ്ടില്ലേ നബിയോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഓ ചങ്ങാതി, ഇത് ഞങ്ങളുടെ നബിയോട് ഞങ്ങൾ സങ്കടം പറയാൻ, ഞങ്ങളുടെ അത്താണിയാണ് മുഹമ്മദ് മുസ്തഫ, പ്രാർത്ഥനയ്ക്ക് അല്ലാഹുവോട് ആ ഉടായ്പും കൊണ്ട് ഇനി അടുത്തോട്ട് വരണ്ടെന്ന് പറയാനുള്ള ചങ്കുറ്റം നമുക്കുണ്ടാവണം. ഉണ്ടാവൂലേ? അള്ളാഹു ഈമാനുള്ള അഹ്ലുസുന്നയുടെ ആൺകുട്ടികളായി നമ്മളെ മാറ്റി തീർക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നിവിടെ പറയുന്നത്, പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് ഏതു നേരത്തും നമ്മുടെ ഏതു വിഷമങ്ങളും സഹായം അഭ്യർത്ഥിക്കാം, വിളിച്ചു തേടാം, വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന തരത്തിൽ മങ്കൂസ് മൗലൂദിലെ ഇർതകബ്തു അലൽ ഖതാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വരിയെക്കുറിച്ച് ഒരു മുസ്ലിയാർ പറയുന്നുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് പെട്ടെന്ന് ഖുർആൻ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഇദ്ദേഹം നല്ലതും ചീത്തയുമായിക്കൊണ്ട് പല ഇടപെടലുകളും സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന ഒരു മുസ്ലിയാരാണ്. ആദ്യമായിക്കൊണ്ട് എന്നോട് ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞൊരു കാര്യം പറയാം. ഇതുപോലെയുള്ള കെട്ടിയാൽ ഇവരുടെ നെറ്റി സുജൂദ് ചെയ്യുമ്പോൾ മുസല്ലയിൽ മുട്ടുമോ, അല്ലെങ്കിൽ നമ്മൾ സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് മുട്ടുമോ എന്നുള്ളൊരു സംശയം ചോദിച്ചിരുന്നു. അതിന് ഈ മുസ്ലിയാക്കന്മാർ ആരെങ്കിലുമൊക്കെ ഇത്രയും വലിയ കെട്ടുന്ന ആളുകൾ ഒന്ന് ഏതെങ്കിലും പ്രഭാഷണത്തിൽ മറുപടി പറയാം. രണ്ടാമത്, ഇദ്ദേഹം ഇവിടെ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മുടെ പാപഭാരം പേറിക്കൊണ്ടുവരികയാണ് എന്ന് നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം എന്നാണ് പറയുന്നത്. അത് അദ്ദേഹം പറയുന്നത് മൗലൂദ് ഓതിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ മൗലൂദിലെ ഒരു വരി ഓതിയിട്ടാണെങ്കിൽ അതിന് അദ്ദേഹം പറയുന്ന തെളിവ്, അതിൻ്റെ അടിസ്ഥാനം പറയുന്നത് പരിശുദ്ധ ഖുർആൻ സൂറ നിസായിലെ 64-ാമത്തെ ആയത്ത് പറഞ്ഞുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, എന്താണ് സൂറ നിസാ 64-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്? ഇത് ആദ്യമായിട്ട് കാണിക്കുന്നത്, ഇത് കോഴിക്കോട് വലിയ കാസിയായിരുന്ന മർഹൂം സയ്യിദ് അഹമ്മദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ വലിയ കാളി കോഴിക്കോട്, അദ്ദേഹത്തിൻ്റെ ഖുർആൻ സമ്പൂർണ്ണ പരിഭാഷ എന്ന ആ ഒരു ഗ്രന്ഥത്തിൽ നിന്നാണ്. എന്താണ് ഇദ്ദേഹം ഓതിയ 64-ാം ആയത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ 64-ാം ആയത്തിൽ പറയുന്നത്, അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം
അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല എന്നാണ് തുടക്കം. അത് അവർ പറയുന്നില്ല. 64-ാം ആയത്ത് എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ട് പറയണമായിരുന്നു മുസ്ലിയാക്കന്മാരെ, ഈ പറഞ്ഞ മുസ്ലിയാരോട് പ്രത്യേകിച്ചും. ഇനി അദ്ദേഹം പറഞ്ഞ വാക്ക് അതെന്താണ്? സ്വന്തത്തോട് ദ്രോഹം ചെയ്തപ്പോൾ അവർ തങ്ങളുടെ അടുത്ത് വരികയും എന്നിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും അള്ളാഹുവിൻ്റെ റസൂലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും ചെയ്തിരുന്നെങ്കിൽ തങ്ങളുടെ തൗബ സ്വീകരിക്കുന്നവനും മഹാകാരുണ്യകനുമായി അള്ളാഹുവെ നമ്മൾ കാണുമായിരുന്നു എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഇനി അതിൻ്റെ വ്യാഖ്യാനമൊക്കെ ഉണ്ട്, ബോറടിപ്പിക്കുന്നില്ല. ഇതിൽ നിന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത് ചെന്ന ആളുകൾ അള്ളാഹുവോടാണ് പൊറുക്കലിനെ തേടിയത്. കാരണം എന്താണ്? അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അല്ലേ? അല്ലല്ലാതെ പാപം പൊറുക്കുന്നവന് ആരുമില്ല. ഇനി ഇരിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പൊറുക്കലിനെ തേടി എന്ന് പറയുകയാണെങ്കിൽ പോലും ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അള്ളാഹുവോടും ദ്രോഹം ചെയ്യുക. സ്വന്തത്തോട് എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹത്തോട് സോഷ്യലായിട്ടുള്ള ആ ഒരു പ്രോബ്ലത്തെക്കുറിച്ചല്ല. സ്വന്തത്തോട് എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ഹബീബും പഠിപ്പിച്ച് തന്ന ഹറാമായ വിധിവിലക്കുകൾ ലംഘിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, സ്വന്തത്തോട് ദ്രോഹം പ്രവർത്തിക്കാതാണ്. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അള്ളാൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് പൊരുത്തപ്പെടിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഇന്ന് അള്ളാൻ്റെ റസൂല് വഫാത്തായി പോയതിന് ശേഷവും അങ്ങനെ തന്നെയാണോ? അതോ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹയാത്ത് കാലത്തുണ്ടായിരുന്ന സമയത്ത് അന്നത്തെ ആളുകൾക്ക് വേണ്ടിയാണോ? ഇത് ഈ ആയത്ത് ചൊല്ലുമ്പോൾ ആരും അതിൻ്റെ മേലെയോ താഴെയോ ചൊല്ലുന്നില്ല. പിന്നിപ്പോൾ മൗലവിമാരെ അർത്ഥം പറയുകയാണെങ്കിലും മുസ്ലിയാക്കന്മാരെ അർത്ഥം പറയുകയാണെങ്കിലും ഏത് വിഭാഗം പറയാണെങ്കിലും ആ ആയത്ത്, ആ കണ്ടന്റാണ് പറയുക. എന്നാൽ ഇത് കേൾക്കുന്ന ആളുകൾ ബുദ്ധിയും ബോധവും നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇതിൻ്റെ താഴെയും മേലെ ഉണ്ടാവും. ഇതിൻ്റെ സബബുൻ നുസൂൽ ഒന്നും പഠിച്ചു പോണ്ട. ഇതിൻ്റെ അവതരണ പശ്ചാത്തലം ഒന്നും നമ്മൾ പഠിക്കേണ്ടതില്ല. പഠിക്കേണ്ടതല്ല പറയുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്കത് വ്യക്തമാവുമായിരുന്നു. അതാണ് അവതരണ പശ്ചാത്തലം. എന്താണ് ഞാൻ പറഞ്ഞതാണ്? അള്ളാഹുവിൻ്റെ ഹബീബിനോട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് അത് ലംഘിച്ചുകൊണ്ട് പ്രവർത്തിച്ച അന്നത്തെ ആളുകളുടെ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഇനി ഇത് റസൂലുള്ളാൻ്റെ ഹയാത്ത് കാലത്ത് മുന്നിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നുള്ള ആ ഒരു കാര്യമാണ്. അത് പറയുമ്പോൾ ആ ഒരു കാര്യം നമ്മളിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഇതാണ് പറയുന്നത്. പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ്, ഭയങ്കര ചൂടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വീഡിയോ അവസാനിപ്പിക്കാനാണ്. ഇതിൽ പറയുന്നു 63-ാമത്തെ ആയത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. അവരുടെ ഹൃദയത്തിലുള്ളത് അള്ളാഹു അറിയുന്നുണ്ട്. ആരുടെ ഹൃദയത്തിലുള്ളതും അള്ളാഹ് അറിയും. അതങ്ങനെയാണ്. അതിനാൽ താങ്കൾ അവരെ അഗണ്യരാക്കുകയും അവരെ ഉപദേശിക്കുകയും അവരുടെ ഹൃദയങ്ങളിൽ തുറക്കുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങൾ തുറക്കുന്ന വാക്ക് പറയുകയും ചെയ്യുക. ഇതാരാണ് ചെയ്യേണ്ടത്? റസൂലുള്ളാഹി ചെയ്യേണ്ടത്. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ട് 1400 ചില്ലാനം കൊല്ലായി. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ട് അതിന് ശേഷം പറഞ്ഞ കാര്യമല്ല ഇത്. ഇവിടെ റസൂലുള്ളാഹി അവരോട് പറയേണ്ടതും അവർ വന്നിട്ട് റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ വന്നിട്ട് അള്ളാഹുവോട് പൊറുക്കലിനെ തേടുന്ന വിഷയമാണ് പറയുന്നത്. ഇനി 65 കൂടി നോക്കുക നമുക്ക്. എന്നാൽ താങ്കളുടെ നാഥനെ തന്നെയാണ് സത്യം. അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹ് പറയാണ്, താങ്കൾക്കിടയിലെ ഭിന്നിപ്പുകളിൽ താങ്കളെ അവർ വിധികർത്താവാക്കുകയും. ഏതാ വിഷയം എന്നറിയോ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് മുൻപ് തന്നെ റസൂലുള്ളാഹി അവിടുത്തെ ഇപ്പോൾ ഹജറുൽ അസ്വദ് എന്നുള്ള വിഷയമൊക്കെ ചരിത്രം പറഞ്ഞു പോകുന്നില്ല. ഒരുപാട് തവണ റസൂലുള്ളാഹിനെ വിധികർത്താവാക്കിയിട്ടുണ്ട്. അതൊക്കെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യമാണ്. വിധികർത്താവാക്കുകയും എന്നിട്ട് താങ്കൾ വിധിച്ചതിനെക്കുറിച്ച് താങ്കളുടെ ഹൃദയങ്ങളിൽ തീരെ പ്രയാസം തോന്നാതിരിക്കുകയും അവർ പൂർണ്ണമായും അതിന് കീഴടങ്ങുകയും ചെയ്യുന്നതുവരെ അവർ വിശ്വാസികളാവുകയില്ല. ഇത് അന്നത്തെ ആ ഒരു സാഹചര്യം, റസൂലുള്ള വിധികർത്താവായ വിഷയത്തെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഇത് 63-ഉം 65-ഉം നമ്മൾ പറഞ്ഞു. 64-ൽ എന്താണുള്ളത്? റസൂലുള്ളാഹിൻ്റെ അടുത്ത് ചെല്ലണം, അള്ളാഹിനോട് പൊറുക്കലിനെ തേടണം. അത് ശരിയാണ് മുസ്ലിയാക്കന്മാരെ. അപ്പോൾ പറയും ഖുർആൻ ഖിയാമത്ത് നാൾ വരെ. അതെ, ഖിയാമത്ത് നാൾ വരെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇനി ഇത് ഇമ്പിച്ചിക്കോയ തങ്ങളുടെ ആണെന്ന് പറഞ്ഞു, ഷിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങളുടെ ആണെന്ന് പറഞ്ഞു. ഇനി നിഷ്പക്ഷമായിട്ട് നമുക്ക് സൗദി അറേബ്യയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ ഒരു പരിശുദ്ധ ഖുർആനെ അതിൽ 64 എന്താ പറയുന്നത് നോക്കാം. അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം അനുസരിക്കപ്പെടുവാൻ വേണ്ടിയല്ലാതെ നാം ഒരു ദൂതനെയും അയച്ചിട്ടില്ല. അവിടെ പറഞ്ഞ തന്നെ അവർ അവരോട് തന്നെ അക്രമം പ്രവർത്തിച്ചപ്പോൾ നിന്റെ അടുക്കൽ അവർ വരികയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ ഒരു
വഹിയ് ഇറക്കി കൊടുക്കുമ്പോൾ അതിൽ പറയുന്ന അള്ളാൻ്റെ റസൂലിനോട് പറഞ്ഞ കാര്യമാണ്, നിൻ്റെ അടുക്കൽ വരികയും ഈ ഖുർആൻ റസൂലുള്ള ഹയാത്തുള്ള സമയത്ത് ഇറങ്ങിക്കണമെന്ന് ചിന്തിച്ചോളിയും. മൊയ്ലിയാക്കന്മാർ നിങ്ങളെ പല നോണയും പറഞ്ഞിട്ട് പല പാച്ച നോണയും കള്ളക്കഥയും പറഞ്ഞിട്ട് പറ്റിക്കും. അതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞു കൊടുക്കണേ. പറ്റിക്കാണിച്ചാൽ പറ്റിച്ചാൽ പോരെ. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ വിളമ്പണം അത് വരികയും എന്നിട്ടവർ അള്ളാഹുവോട് പാപമോചനം തേടുകയും, ഇവിടെ അള്ളാഹിനോടാണ് പാപമോചനം തേടുകയും എന്ന് പരിശുദ്ധ ഖുർആൻ പ്രസ്താവിക്കുന്നത്. എന്നിട്ട് അവർക്ക് വേണ്ടി റസൂലും പാപമോചനം തേടുകയും, റസൂലുള്ള അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ അള്ളാഹുവെ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കാരുണ്യമുള്ളവനുമായി അവർ കണ്ടെത്തുമായിരുന്നു. ഇതിൽ റസൂലുള്ളാഹിനോട് പാപമോചനോ സങ്കടമോ പറയേണ്ട ഒരു വിഷയമല്ല. ഇനി അന്നത്തെ കാലത്ത് വിശ്വാസി സമൂഹത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഭിന്നിപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവർ റസൂലുള്ളാഹിനോട് വന്നിട്ട് റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ വന്നിട്ട് ഹയാത്തുള്ള റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി, അള്ളാഹിനോട് ഞങ്ങൾ പാപമോചനം തേടുന്നു, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളയാണ് പൊറുക്കപ്പെടുക. ഇന്ന് വഫാത്തായിപ്പോയ നബിയുടെ പേര് വിളിച്ചുകൊണ്ട് ഇർത്തകബത്വമൊക്കെ ചൊല്ലിക്കൊണ്ട് അള്ളാൻ്റെ റസൂലിനോട് പാപം പേരിയിട്ട് ഞങ്ങൾ വരികയാണ്, ഞങ്ങളുടെ സങ്കടം അങ്ങയോടാണ് പറയണത്, റസൂലേ പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ റസൂല് പുറത്തു തരൂല്ല, അത് ചോദിക്കാൻ പാടില്ല എന്നാണ് ഈ പറയുന്നത്. ഇനി അതൊക്കെ നിൽക്കട്ടെ. ഈ ആയത്ത്, ഈ പരിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും ഈ പറയുന്ന മൊയ്ലിയാക്കന്മാരോ അതോ ഇത് കേൾക്കുന്ന നമ്മളാണോ ആദ്യം കണ്ടത്, അതോ സ്വഹാബത്തെ കിറാമാണോ? ഏത് സ്വഹാബിയാണ് ഈ സൂറത്ത് നിസായിൽ 64-ാമത്തെ ആയത്ത് അടിസ്ഥാനമാക്കിയിട്ട് അള്ളാൻ്റെ റസൂൽ വഫാത്തായതിന് ശേഷം അള്ളാൻ്റെ റസൂലിനോട് പാപമോചനം എന്നല്ല എന്തെങ്കിലും തേടിയിട്ടുള്ളത്? എന്താണ് മൊയ്ലിയാക്കന്മാരെ, എന്തിനാണ് നിങ്ങൾ ഈ നുണ പറഞ്ഞിട്ട് ഈ നുണ പുസ്തകം, പാട്ടുപുസ്തകം, മായാവി കഥകൾ എഴുതിയ കള്ളക്കഥകളും പച്ച കള്ളങ്ങളും കെട്ടുകഥകളും അള്ളാൻ്റെ റസൂലിനെ അവഹേളിക്കുന്നതായിട്ടുള്ള എഴുത്തുകളുമുള്ള ഈ ബാലമംഗലം ശ്രേണിയിലുള്ള ഈ കള്ളക്കഥയുമായിട്ട്, അതിനേക്കാളും ക്വാളിറ്റി ഉണ്ട് തോന്നുന്നുണ്ട്, അതിൽ 4 സലാത്ത് ഉണ്ട് എന്നല്ലാതെ ബാക്കിയുള്ളത് കംപ്ലീറ്റ് പച്ചക്കള്ളാണ്, കെട്ടുകഥകളാണ്, പച്ച നുണകളാണ്. അപ്പോൾ ഇതുപോലെയുള്ളത് സത്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഇത് കേൾക്കുന്ന, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാളും മനസ്സിലാക്കുക, ചിന്തിക്കുക, തിരിച്ചറിയുക. പരിശുദ്ധ ഖുർആനിൽ 64-ാമത്തെ ആയത്ത് മുഴുവൻ ഓതാതെ 64-ാമത്തെ ആയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അൻഫുസഹും ജാഊക എന്ന് തുടങ്ങുന്ന ആ ഭാഗം മാത്രം ചൊല്ലുന്ന ആളുകളെ, ആ ആയത്ത് തുടങ്ങുന്ന ഭാഗം അവരെന്തുകൊണ്ട് ചൊല്ലിയില്ല എന്നുള്ളത് ഒന്ന് ചോദിച്ചു നോക്കുക. വമാ അർസൽനാ മിർ റസൂലിൻ എന്ന് തുടങ്ങുന്ന ആ ഭാഗം എന്തുകൊണ്ട് ചൊല്ലിയില്ല? ഇനി അതിൻ്റെ ഇടയിൽ നിന്ന് മുറിച്ച് നിങ്ങൾക്ക് മുമ്പിൽ ചൊല്ലിയല്ലോ. ഈ സാധനം ഇന്ന് ഈ മങ്കൂസ് മൗലൂദ് ചെല്ലാൻ തെളിവാണോ മൊയ്ലിയരെ എന്ന് ചോദിച്ചു നോക്കുക. ഹിജ്റ 300 വരെയുള്ള ആളുകൾക്ക് മങ്കൂസും അറിയില്ല, മങ്കീസും അറിയില്ല, ഒന്നും അറിയില്ല. അതിനുശേഷം കെട്ടിയുണ്ടാക്കിയ ഈ കള്ളക്കഥ, ആ കള്ളക്കഥയിൽ പറയുന്ന ആ പിഴച്ച ആ കാര്യത്തിന് പരിശുദ്ധ ഖുർആൻ തെളിവാണോ? ആണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ആയത്തും അതിൻ്റെ താഴെയുള്ളും 63, 65, 64 കട്ടുമുറിച്ച് ഓതിയ മൊയ്ലിയരെ 64 മുഴുവൻ ഓതുക, 63 ഞങ്ങൾക്ക് ഓതിത്തരിക, എന്നിട്ട് 64 നിങ്ങൾ ഓതിയും അതിനുശേഷം 65 ഓതിയും, എന്നിട്ട് ഒന്ന് സബബുൻ നുസൂലും അടക്കം അതിൻ്റെ അവതരണ പശ്ചാത്തലം, സാഹചര്യം, അതിൻ്റെ കണ്ടന്റ്, അതിൻ്റെ എന്താണോ അതിൻ്റെ മത്തിന്, ഖുർആൻ എന്താണോ അതിലൂടെ ഈ ഉമ്മത്തിന് നൽകുന്ന അധ്യാപനം ഒന്ന് മൊയ്ലിയരെ. ആ കെട്ടുണ്ടല്ലോ, കെട്ട് അതൊക്കെ പാടങ്ങളെ തൊള്ളി തിരികൂല, അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് നിങ്ങളെ തൊള്ളി തിരിക ഈ അവസ്ഥ വരൂലായിരുന്നു ഇല്ലേ? പരിശുദ്ധ ഖുർആനെ വ്യാജമാക്കുന്നവരെ, പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അള്ളാൻ്റെ റസൂലിൻ്റെ പേരിൽ കള്ളം ചമക്കുന്നവരെ, ഈ നൂലാമാലയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാല മൗലൂദുകൾക്ക് വേണ്ടിയിട്ട് കള്ളങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് അത് പച്ചക്കളവാണ് എന്നുള്ളത് ആളുകൾ പറയുമ്പോൾ, അല്ല അത് സത്യമാണ്, അത് സാരസമ്പൂർണമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഖുർആനെ അത് ദുർവ്യാഖ്യാനിക്കുന്നവരെ, മുറിച്ചോതുന്നവരെ അവർ അത് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അവരോടല്ല ഈ ഉള്ളവന് പറയുവാനുള്ളത്, അത് കേട്ടുകൊണ്ട് നിങ്ങളുടെ ദുനിയാവും ആഖിറവും കളഞ്ഞു കുളിക്കാതിരിക്കുക. അള്ളാഹു സത്യമായിട്ട് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാൻ്റെ തൗഫീക്ക് നമുക്കുണ്ടാകട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. മങ്കൂസ് മൗലൂദ് മുഴുവൻ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇൻഷാ അല്ലാഹ് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അത് വീഡിയോ കാണിച്ചുകൊണ്ട് തന്നെ അവർ തന്നെ പറയുന്ന അർത്ഥങ്ങൾ പരിശുദ്ധ ഖുർആനും വെച്ചുകൊണ്ട് നമ്മൾ അർത്ഥം പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം പോലെ. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് അതൊക്കെ വിശദീകരിക്കാം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ആരെങ്കിലും ആ സാധനം ചൊല്ലുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞുതരാം. ഇതുമ തന്നെ അള്ളാൻ്റെ റസൂലിനോട് പാപമോചനം തേടാൻ പാടില്ല.
അള്ളാഹിൻ്റെ റസൂലിനോട് പാപമോചനം തേടുന്നില്ല, സങ്കടം പറയാണ് എന്നാ പറഞ്ഞത്. ആ സങ്കടം പറയാൻ തെളിവ് ഖുർആനിലുണ്ട് എന്നാണ് പറഞ്ഞത്. സൂറ മാഇദയിലെ ആയത്ത് കുറച്ചും കൊണ്ട് മുറിച്ചിട്ട് ഓതിയിട്ടുണ്ട്. എന്നാൽ അത് അന്നത്തെ അവിടുത്തെ സാഹചര്യത്തിലുള്ള സ്വഹാബാക്കളായ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഷുഅബത്തുള്ള അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹയാത്ത് കാലത്ത് നടന്ന കാര്യമാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ വഫാത്തിന് ശേഷം സ്വഹാബികൾ ആരും ചെയ്തിട്ടില്ല. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ ആധാറുമാണ് നമുക്ക് തെളിവല്ലാണ്ട് മൊയ്ലിയാക്കന്മാർ താലേക്കെട്ടന്മാരുടെ ഈ തലേക്കെട്ടിനെ കുറ്റം പറയരുതെന്ന് പറയും. ആ കെട്ടൊന്ന് നോക്കി നിങ്ങൾ. ഒരു മാന്യമായിട്ടുള്ള കെട്ടൊക്കെ വേണ്ടേ? ഇതും കൊണ്ട് കെട്ടി ഒരു 15 മീറ്റർ തുണി കെട്ടിയിട്ട് എനിക്ക് വിഷയമൊന്നുമില്ല പോലെ നെറ്റി മുട്ടിയില്ല എന്നുള്ളത് പല ആളുകളും ഇങ്ങനെ ഈ ഒരു വിഷയം സംശയം ചോദിച്ചപ്പോൾ മൊയ്ലിയാക്കന്മാർ പറയട്ടെ, ഞാനല്ലല്ലോ അതിന് ഉത്തരം പറയേണ്ടത്. ഇനി മുട്ടിക്കുന്നുണ്ടോ എന്തോ അള്ളാഹു ആലം. ഇനി അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് കൂടി പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കുക. ഷിയാക്കളാണ് ഇതുപോലെയുള്ള വലിയ കെട്ട് കെട്ടാറുള്ളത്. അവർക്ക് ആ നെറ്റി മുട്ടിക്കാൻ വേറൊരു സിസ്റ്റം ഉണ്ട്. എന്താ അറിയോ? അവർ സുജൂദ് ചെയ്യുമ്പോൾ അവരുടെ കയ്യിലൊരു പോക്കറ്റിൽ വലിയൊരു കല്ലുണ്ടാവും പരന്നിട്ട്. ആ കല്ല് വെച്ചിട്ട് ആ കല്ലുമ്മക്കാണ് ഒരു നെറ്റി കൊണ്ടേ വെക്കുക. അപ്പം എന്താണെന്നറിയോ? കെട്ടിനിപ്പോൾ കുറച്ചാണ്ട് വലുതായാലും വേണ്ടില്ല, അതിൻ്റെ അടിയിലൊരു കല്ല് കയറ്റി വെച്ചിട്ടാണ് ഓല ചെയ്യണ ഒക്കപ്പാടെ നിങ്ങൾ ചെയ്തും കൊണ്ട് നടന്നാൽ നിങ്ങൾ ഒന്നുകിലും മുഴുവനായിട്ട് ഷിയായിസത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ ആ ഷിയായിസം പേറുന്ന ആ പിഴച്ച സിദ്ധാന്തങ്ങളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന അഹ്ലു സുന്നയിലേക്ക് പൂർണ്ണമായിട്ടും പ്രവേശിക്കുക. ഇതുപോലെയുള്ള പിഴച്ച വാദങ്ങളുമായിട്ട് നിങ്ങൾ നടന്നാൽ തുറന്ന് പറയുക തന്നെ ചെയ്യും. അതിന് കുറ്റം പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല, നിങ്ങൾക്കൊരു പറച്ചിൽ കിട്ടും എന്നേ ഇവിടെ പറയാം. എന്തെങ്കിലും തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആരും അത് നാളെ മഹ്ശറയിലേക്ക് വെക്കേണ്ടതില്ല. വെച്ച് കഴിഞ്ഞാലും എനിക്കതിനോട് ഭയവുമില്ല. കാര്യം ഖുർആനും സുന്നത്തും. ഇവിടെ മാലമൗലൂദ് സത്യപ്പെടുത്തിയത് ഖുർആൻ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടായപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചത് കാണിച്ചു തന്നത് പരിശുദ്ധ ഖുർആനാ. പരിശുദ്ധ ഖുർആനോ സ്വഹീഹായ ഹദീസോ കൊണ്ടല്ലാതെ ഒരു കാര്യവും ഒരാളോടും പറയാറില്ല. ആ പറയുന്നതിൽ ആർക്കെങ്കിലും വേദന ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പറ്റുമെങ്കിൽ. ഇനി ക്ഷമിക്കാൻ പറ്റൂലെങ്കിൽ എന്നും പറയുന്ന പോലെ സഹിച്ചോളിയും. കാര്യം എനിക്കതിൽ വേദനയില്ല. പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും പറയുന്നതിന് വിരുദ്ധമായിട്ട് മൻസൂർ മണ്ണാർക്കാട് ഇവിടെ ഒന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.